മുത്തശ്ശേരിയുടെ പൂതപ്പാട്ടിന് ഒരു സ്വതന്ത്ര ആവിഷ്കരണം. മുത്തശ്ശി ഒരു കഥ പറഞ്ഞു തരാം. കേട്ടില്ലേ? തുടികൊട്ടും ചെലമ്പൊച്ചൊക്കെ കരിമ്പൂതുണ്ണെ തെരഞ്ഞു വരാണ്. ആ ചെമ്പക്കത്തെ മാളിക വീട്ടിലെ നങ്ങേലിക്ക് ആറ്റുനോച്ചുണ്ടായ കുട്ടിയ ഉണ്ണി. ഉണ്ണി ഉണ്ണി എവിടെ പോയിരിക്കാ? ഭക്ഷണം കഴിക്കാൻ പഠിച്ച് ഒളിച്ചിരിക്കാണോ? ഇവിടെ വാടാ ഉണ്ണിക്കുട്ട. അമ്മ വിടൂ അമ്മ, എനിക്ക് വേദനിക്കണു. ഉണ്ണി വേഗം വന്ന് ഭക്ഷണം കഴിക്കേ, പള്ളിക്കൂടത്തിൽ പോകാൻ നേരായി. എനിക്ക് വിശക്കുന്നില്ല അമ്മേ. കഴിക്കുണ്ണി. ഉണ്ണി എഴുത്താണി കളി കയ്യിൽ വെച്ചോളൂ. ഗുരുനാഥൻ പറയുന്നത് ശ്രദ്ധിച്ച് പഠിക്കണേ. ചമച്ചക്കിത്തമ്മേ കുട്ടീനെ കാത്തോളേ. പനീന്റെ കുന്നിലെ അങ്ങേ ചെരുവില പാറക്കെട്ടിനടിയിലാണ് ഭൂതം പാർക്കണത്. പകലൊക്കെ ആ വഴി വരണ ബാല്യക്കാരെ വഴി തെറ്റിച്ച് കരിമ്പനയുടെ മുകളിൽ കൊണ്ടുപോയി ചോര ഊറ്റി കുടിച്ചുമാണ് ഭൂതം കഴിഞ്ഞിരുന്നത്. പാടും കടന്ന് കുന്നിൻ ചെരുവിലൂടെ വരണ ഉണ്ണിനെ ദൂരെ നിന്നേ ഭൂതം കണ്ടു. ഹായ്, നല്ല പൂവമ്പഴം പോലത്തെ ഉണ്ണി. അവനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ലാളിക്കാമായിരുന്നു. ഉണ്ണി പേടിക്കാതിരിക്കാനായി ഒരു സുന്ദരിയായ പെണ്ണായി ആ പൂമരച്ചോട്ടിൽ പോയി നിൽക്കാം. പൊന്നുണ്ണി, പൂങ്കരളെ, ആ ഓലയെടുത്താണ് ദൂരെ കളഞ്ഞേ. ഇന്റെ അടുത്തേക്ക് വരൂ. ഇല്ല, ഞാൻ വരില്ല. ഓലയെടുത്താണ് കളഞ്ഞാ ഗുരുനാഥ് വഴക്ക് പറയും. ഞാൻ പോവാ. നോക്കുണ്ണി, നമുക്ക് ഈ പൂമരച്ചോട്ടിലിരുന്ന് മാവിന്റെ തലനെ പൂമുല്ല കൊണ്ട് എഴുതി പഠിക്കാം. എന്ത് രസായിരിക്കും അത്. ഭൂതത്തിന്റെ പ്രലോഭനത്തിൽപ്പെട്ട് ഉണ്ണി ഓലെഴുതാണ് ദൂരെ കളഞ്ഞു. എഴുത്താണ് ഇരുമ്പല്ലേ. അത് പോയപ്പോ ഭൂതോണ്ണിയെ കൊണ്ട് ദൂരേക്ക് പോയി. പാവം നന്ദി. സന്ധ്യ കഴിഞ്ഞിട്ട് ഉണ്ണി വരാതായപ്പോ അവൾ കരയാൻ തുടങ്ങി. ആറ്റിൻകരയിലും പാടവരമ്പത്തും കുന്നിൻ ചെരുവിലുമെല്ലാം അവൾ ഉണ്ണീനെ തെരഞ്ഞു നടന്നു. ഉണ്ണി ഉണ്ണി, നീ എവിടെ പോയിരിക്കാ? പൊന്നുണ്ണി, ദൈവങ്ങളെ, ഉണ്ണിക്ക് എന്താ പറ്റിയത്? ഉണ്ണി. ഉണ്ണിയോടൊത്ത് പൂമാല കെട്ടി കളിക്കണ ഭൂതം നങ്ങേലിയുടെ കരച്ചിൽ കേട്ടു. അത് നങ്ങേലിനെ പേടിപ്പിച്ചോടിക്കാൻ നോക്കി. കാറ്റായ ഭൂതം വന്നപ്പോ നങ്ങേലി ഉറച്ചു നിന്നു. കാട്ടുതീയായ ഭൂതം വന്നപ്പോ കണ്ണുനീർ കൊണ്ട് നങ്ങേലി അതിനെ കെട്ടി. നരിയായും പുലിയായും എല്ലാം ഭൂതം ചെന്നു. എങ്കിലും നങ്ങേലി പേടിക്കാതെ നിന്നു. അപ്പൊ ഭൂതം മറ്റൊരിടവെടുത്തു. ഈ പൊന്നും കിഴിയും എല്ലാം കേക്കെട്ടിത്തരാം. ഈ പൊന്നാനക്കുട്ടിനെ എനിക്ക് വേണം. എനിക്ക് എന്റെ പൊന്നും വേണ്ട, പണം വേണ്ട, എന്റെ കുട്ടിനെ മാത്രം മതി. ഇതാ എന്റെ കണ്ണുകൾ, ഇതിന് വലുതാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ. എന്റെ കുഞ്ഞിനെ തിരികെ തരൂ. ഭൂതത്തിന്റെ തഞ്ച കേൾക്കണോ? നമ്മിലേക്ക് കണ്ണില്ലാതായില്ലേ? അപ്പൊ ഭൂതൊരു തെച്ചിപ്പൂവെടുത്ത് മന്ത്രം ചൊല്ലി അതിനെ മറ്റൊരു ഉണ്ണിയെ ഉണ്ടാക്കി കൊടുത്തു. ഉണ്ണി, ഇതെന്റെ ഉണ്ണിയല്ല. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെയും തിരികെ തരാം, നിങ്ങളുടെ കാഴ്ച ശക്തിയും തിരികെ തരാം. ദയവേദ എന്നെ ശപിച്ചില്ലാതാക്കരുതേ. ഇതാ നിങ്ങളുടെ ഉണ്ണി. അമ്മേ, എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ ഒരവസരം തരണേ. എല്ലാ വർഷവും മകരക്കൊഴുത്ത് കഴിഞ്ഞാൽ നീ എന്റെ ഉണ്ണിയെ കാണാൻ വന്നോളൂ. എന്തൊക്കെയായാലും ഭൂതൊരു പാവായിരുന്നു. അത് ഉണ്ണീനെ ഒന്നും ചെയ്തില്ലല്ലോ. നങ്ങേലി പറഞ്ഞ പോലെ ഭൂത ഉണ്ണിയെ കാണാൻ വരണ ഒച്ചയാ ആ കേൾക്കണത്. കുട്ടികളെ ആപത്തിൽ ചടിക്കുന്ന കരിഭൂതങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വർത്തമാനകാലം. ഒരു ദുഷ്ടശക്തിയുടെയും കയ്യിൽപ്പെടാതെ നമ്മെ കാത്തുപോരാൻ നമ്മുടെ അമ്മമാർക്ക് മാത്രമേ കഴിയൂ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.